ചേച്ചിയുടെ കഴുത്തില് താലി കെട്ടിയത് ആരാണോ, ഗംഗയുടെ കഴുത്തില് താലി കെട്ടിയത് ആരാണോ, അദ്ദേഹം തന്നെയാ എന്റെ കഴുത്തിലും താലി കെട്ടിയത്. അന്ന് എന്നോട് ചേച്ചി നിർബന്ധിച്ച് ചോദിച്ചപ്പോ ഞാൻ പറയാൻ വന്നതാ. പക്ഷെ അന്ന് എനിക്കിത് പറയാൻ പറ്റാതെ പോയി. ഇപ്പൊ ഞാൻ പറയാ, അരുണേട്ടനാ എന്റെ ഭർത്താവ്. നീ പറഞ്ഞത് ഞാൻ വിശ്വസിക്കില്ല. നീ ഇവിടുന്ന് പോവാതിരിക്കാൻ എന്തൊക്കെയാ കള്ളം പറയുന്നതാ. ഞാൻ സത്യം തന്നെയാ ചേച്ചി പറഞ്ഞത്. എന്റെ ഭർത്താവിനെ പറ്റി ഇല്ലാത്തത് പറയരുത്. അദ്ദേഹം ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ലെന്ന് എനിക്കറിയാം. ചേച്ചിയുടെ ഭർത്താവ് തന്നെയാ എന്റെയും ഭർത്താവ്. എന്റെ ഭർത്താവിനെ പറ്റി ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? അരുണേട്ടനെ കുറിച്ച് നീ വെറുതെ അനാവശ്യം പറയാ. നീ എന്തൊക്കെയാ കെട്ടുകഥകൾ ഉണ്ടാക്കുക. എനിക്കൊരു പ്രശ്നം ഉണ്ടായാ അരുണേട്ടൻ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാവും. മുരളി എന്നെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞപ്പോ അരുണേട്ടൻ മുരളി തല്ലണ കാര്യം എന്തായിരുന്നു? എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്തിനാ അരുണേട്ടൻ എനിക്ക് വേണ്ടി വാദിച്ചത്? എനിക്ക് ഒരു ജീവിതം തരാൻ വേണ്ടിട്ടല്ല അരുണേട്ടൻ എന്നെ കല്യാണം കഴിച്ചത്. ഈ നിമിഷം വരെ ഞാനും അത് ആഗ്രഹിച്ചിട്ടില്ല. അന്നത്തെ ആ സംഭവത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടിട്ടാ അരുണേട്ടൻ എന്നെ കല്യാണം കഴിച്ചത്. ചേച്ചിയുടെ കഴുത്തി കെട്ടിയ താലിയാ എന്റെ കഴുത്തി കെട്ടി തന്നത്. ആ താലി തന്ന മോഹങ്ങൾ മാത്രം മതിയായിരുന്നു എനിക്ക് ജീവിക്കാൻ. പക്ഷെ വിധി എന്നെ ഗംഗയുടെ രൂപത്തിൽ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അനാഥയായിരുന്ന എനിക്ക് ഈ കുടുംബത്തിൽ എല്ലാവരും ആശ്രയം തന്നു. സ്നേഹം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത എനിക്ക് ദേവസേന തന്ന സ്നേഹം അളവില്ലാത്തതായിരുന്നു. എനിക്ക് ഈ കുടുംബം വേണം, ദേവസേന വേണം. ഇതൊന്നും അല്ലാതെ എനിക്ക് വേറൊന്നും വേണ്ട. വേറെ യാതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ചേച്ചി ഗംഗയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അതിനേക്കാളും ഒരു പടി മുകളിലാ ഞാൻ അവളെ ഇപ്പൊ സ്നേഹിക്കുന്നത്. ഗംഗയോട് ഒരിക്കൽ പോലും ഞാൻ ദ്രോഹം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഗംഗ അദ്ദേഹത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ എന്താ ചെയ്യണമെന്ന് പറയും, അതുപോലെ ഞാൻ ചെയ്യാം. പക്ഷെ ഈ കുടുംബം വിട്ട് പോവാൻ മാത്രം പറയരുത് ചേച്ചി. എനിക്കതൊരിക്കലും സാധിക്കില്ല. ഗംഗയാണ് നിന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെങ്കിലും ഇനി നീ ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. ചേച്ചിക്കുള്ളത്ര അധികാരം ഉണ്ടാവില്ല എനിക്ക് ഈ വീട്ടില്. പക്ഷെ എനിക്കും ഈ വീടുമായിട്ട് ഒരു ബന്ധമുണ്ട്. നടന്നത് ഒരിക്കലും ഒരു കല്യാണമല്ല. നിനക്ക് ഈ വീടുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇല്ലാന്നുള്ളത് ചേച്ചിയല്ല പറയേണ്ടത്, അരുണേട്ടൻ പറയട്ടെ. അരുണേട്ടൻ എന്ത് പറയാനാ? ഞാൻ പറയുന്നത് കേട്ടാ മതി. ഇനി ഒരു നിമിഷം പോലും നീ വീട്ടിലുണ്ടാവാൻ പാടില്ല. എന്റെ കഴുത്തില് അദ്ദേഹം കെട്ടി താലിയുള്ളിടത്തോളം കാലം ഇത് തന്നെയാ എന്റെ വീട്. ഇനിയും ഞാൻ പോണോന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ കൈകൊണ്ട് തന്നെ ഈ താലി അങ്ങ് പൊട്ടിച്ചെറിയും. എന്റെ കഴുത്തി കിടക്കുന്ന താലി ആരെ കെട്ടിയതാന്ന് അറിയാതെയല്ലേ നേരത്തെ അതിന് ശ്രമിച്ചത്. ഇപ്പോ അരുണേട്ടനാണ് അത് കെട്ടിയതെന്ന് അറിഞ്ഞ നിമിഷം മുതല് ചേച്ചിക്ക് അതിന് പറ്റുന്നില്ല അല്ലേ? ചേച്ചി ജീവനെ പോലെ കരുതിയ താലി തന്നെയാ എന്നെ കഴുത്തി കിടക്കുന്നത്. എന്നെ വെറുതെ വിട്ടേക്ക് ചേച്ചി. നീ കൂടുതലൊന്നും പറയണ്ട. അരുണിനെ എന്നും ഗംഗയുടെ മാത്ര. നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. മന്ദാരക്കൊമ്പത്തൂഞ്ഞാൽ
ഊഞ്ഞാലിലാടി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ. ദേവസേനെ, ബാഗ് ഞാൻ എടുത്തോണ്ട് വരുമായിരുന്നില്ലേ? നീ എന്തിനാ എടുത്തോണ്ട് വരാൻ നിന്നേ? എന്തുമാത്രം ഭാരം ഈ ബുക്സിനൊക്കെ ഇങ്ങനെ? നമ്മള് പഠിക്കുന്ന ബുക്സ് ഭാരായിട്ട് കരുതരുന്ന മിസ് പറഞ്ഞേക്കുന്നേ. തുടങ്ങിയല്ലോ നിന്റെ മിസ്സിന്റെ പുരാണം പറച്ചില്. മിസ് മിസ് എന്ന് കൊറേ നാളായിട്ട് പറയുന്നുണ്ടല്ലോ ഇവള്. ആരായി മിസ് എന്ന് ഗംഗയ്ക്കറിയോ? ഇവളുടെ സ്കൂളിൽ പുതിയതായിട്ട് വന്ന ടീച്ചറാ. പേര് പത്മാവതിയാണത്രേ. ദേവസേനയ്ക്ക് അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുറച്ചു നാളായി ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ദേവസേന ഇപ്പൊ നല്ല മിടുക്കിയ കുട്ടിയായി മാറി. നിനക്കിങ്ങനെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആ മിസ്സിനെ എനിക്കൊന്ന് കാണണമെന്നുണ്ട്. അതേ മഞ്ജു ചേച്ചി, എനിക്കും കാണുന്നുണ്ട്. മോളുടെ ആ മിസ്സിനെ ഞങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ ഒരു ദിവസം നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുമോളെ. മിസ് നമ്മുടെ വീട്ടിലേക്ക് വരുമെന്ന് അറിയില്ലല്ലോ. നീ വിളിച്ച മിസ് എന്തായാലും വരും. മോളൊന്ന് വിളിച്ചു നോക്ക്. നാളെ ക്ലാസ് ഇല്ലല്ലോ, അപ്പൊ നാളെ ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് ചോദിക്കേ. ശരി, ഞാൻ സ്കൂളിൽ ചെന്നിട്ട് ചോദിച്ചു നോക്കാം. നേരെ ഒരുപാട് ഞാൻ ഇവിടെ പറഞ്ഞേച്ചിട്ട് വരാം. വാ. ബൈ ആന്റി. ബൈ മോളു. ഔട്ട്ഹൗസിന്റെ പരിസരത്ത് അങ്ങനെ നിന്നെ കണ്ടോ? പോടാ പോടാ. നിനക്കെന്തൊരു പ്രശ്നം വന്നപ്പോ ധൈര്യത്തോടെ നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഞാൻ, ഇന്നൊരു പ്രശ്നം ഉണ്ടായപ്പോ അതേ ധൈര്യത്തോട് പ്രതികരിക്കാനാവാതെ നിൽക്കുക. വിളിച്ചാലും അതാരും കേൾക്കില്ല ഗംഗേ. ഞാൻ എല്ലാവരെയും ഗാഠനിദ്രയിൽ ആർത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ നിന്ന് ഞാൻ പോകുന്നത് വരെ ഇനി ആരും ഉണരാൻ പോകുന്നില്ല. വേണ്ട നന്ദിനി, എന്നെ ഇനിയെങ്കിലും വെറുതെ വിട്ടേക്ക്. എന്റെ ദേഹത്ത് പ്രവേശിക്കാതെ പോയിക്കോ. നീ കാരണം ഞാൻ അനുഭവിച്ചതൊക്കെ പോരെ. ഇനി എന്റെ ഉള്ളിൽ പ്രവേശിച്ച് എന്നെ ഉപദ്രവിക്കരുത്. അരുത് നന്ദിനി, എന്നെ വെറുതെ വിട്ടേക്ക്. എന്നെ വിട്ടേക്ക് നന്ദിനി. ഞാൻ നന്ദിനി അല്ല. അപ്പൊ നീ ആരാ? ഞാൻ ശിവനാഗമാണ്. നന്ദിനിയുടെ അമ്മ പാർവതി. പാർവതിയോ?
നിന്നോട് സത്യങ്ങളെല്ലാം പറയാൻ വന്ന സുകുമാരന്റെ വാക്കുകൾ നീ അവഗണിച്ചില്ലേ? ഞാൻ എന്തിനാ അദ്ദേഹം പറയുന്ന കേൾക്കണം? നടന്നതെല്ലാം നീയും അറിഞ്ഞിരിക്കണം. നന്ദിനി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള സത്യം നീ മനസ്സിലാക്കണം. നിങ്ങളുടെ മകൾ ചെയ്തു കൂട്ടിയതൊന്നും പോരല്ലേ? ഇനിയിപ്പോ നിങ്ങൾ എന്ത് ചെയ്യാനാ വന്നിരിക്കുന്നേ? നന്ദിനി നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവളുടെ ഭാഗത്താണ് ന്യായം. ദൈവത്തെ പോലെ കരുതി പൂജിച്ച് എന്നെയാണ് ദ്രോഹിച്ചത്. ആ നന്ദിനിയുടെ ഭാഗത്ത് എന്ത് ന്യായമുള്ളത്? ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ പൂജിക്കാൻ തുടങ്ങിയതാ. എല്ലാം മറന്ന് ഭ്രാന്തമായ ഭക്തിയായിരുന്നു എനിക്ക്. നാഗമ്മ എന്ന പേരിൽ നന്ദിനിയോടുള്ള എന്റെ ഭക്തിക്കാണോ പ്രാധാന്യം, എന്റെ ജീവിതത്തിനാണോ പ്രാധാന്യം എന്ന ചോദ്യം ഉയർന്നപ്പോ എന്റെ ജീവിതം തന്നെ വേണ്ടെന്ന് വെച്ചോളാം. ഞാൻ എന്റെ നന്ദിനെ വിട്ടുകൊടുത്തില്ല. 20 വർഷമായിട്ട് പുറ്റിലകപ്പെട്ടിരുന്ന നന്ദിനി എന്റെ രക്തസ്പർശമായിട്ടാണ് പുറത്തേക്ക് വന്നത് തന്നെ. ഞാൻ നന്ദിനിയോട് ചെയ്തതിനെല്ലാം പകരമായിട്ട് നന്ദിനി എന്നോട് എന്തൊക്കെയാ ചെയ്തത്? എന്റെ ജീവിതം തന്നെ നശിപ്പിക്കുകയാ ചെയ്തത്. കല്യാണം കഴിഞ്ഞു എന്നല്ലാതെ എന്റെ ഭർത്താവിനൊപ്പം ജീവിക്കാൻ തന്നെ അനുവദിച്ചില്ല. കുമാരങ്ങളെ കൊന്നിട്ട് കൊലക്കുറ്റം എന്റെ പേരിൽ ചുമത്തി എന്നെ ജയിലിലേക്ക് പറഞ്ഞയച്ചില്ലേ? നന്ദിനി കാരണം ഞാൻ അനുഭവിച്ച വേദന കുറച്ചൊന്നുമല്ല. ഇതുപോലൊരു അനുഭവം വേറെ ഒരു പെൺകുട്ടിക്ക് വരാൻ പാടില്ല. ഞാൻ കഷ്ടപ്പെടുമ്പോഴും നിങ്ങൾ കണ്ടില്ലല്ലോ. എന്നിട്ട് ഇപ്പൊ വന്ന് നന്ദിനിക്ക് വക്കാലത്ത് പറയുന്നോ? പറ, നിങ്ങൾ പറഞ്ഞതുകൊണ്ട് നന്ദിനി നല്ലവളാണെന്ന് തീരുമാനിക്കാനാവോ? നന്ദിനിയുടെ ശരീരവും മനസ്സും വിഷമാ. തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി തന്നെ പൂജിച്ചവളെ വഞ്ചിച്ച മഹാപാപിയാണ് അവള്. തന്റെ അടങ്ങാത്ത പ്രതികാര ദാഹവുമായി ഈ കുടുംബത്തിന്റെ സർവനാശം കാണാനിരിക്കുകയാണ് അവള്. താൻ വിചാരിച്ച കാര്യം നടത്താനായി എന്നോട് വിശ്വാസവഞ്ചന കാണിച്ച ദ്രോഹിയാണ് അവള്. മതി ഗംഗേ, നിർത്ത. നന്ദിനി പ്രതികാരം നടത്തുന്നതും നിന്നെ ദ്രോഹിച്ചതും മാത്രമേ നിനക്കറിയൂ. പക്ഷെ നന്ദിനി എങ്ങനെ ഈ അവസ്ഥയിൽ എത്തിപ്പെട്ടു എന്ന് നിനക്കറിയില്ല. നന്ദിനി ചെയ്ത ദ്രോഹങ്ങൾക്ക് കണക്ക് നിരത്തിയില്ലേ നീ ഇപ്പോ? പക്ഷെ അവളുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചെന്ന് നിനക്കറിയോ? നീ അനുഭവിച്ച വേദനകളെ പറ്റി പറഞ്ഞില്ലേ? ഇന്നോളം നന്ദിനി അനുഭവിച്ചതിന് തുല്യമാവില്ല അതൊന്നും. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയവരെല്ലാവരും രക്ഷപ്പെടണം. ഒരു പാപവും ചെയ്യാത്ത നന്ദിനിയാണ് ശിക്ഷിക്കേണ്ടത്. അവൾ അനുഭവിക്കുന്നതിനെല്ലാം ഒരു അവസാനം വേണ്ടേ? ഇത്രയൊക്കെ സഹിച്ച് നന്ദിനി പ്രതികാരം ചെയ്യണമെന്ന് ചിന്തിക്കുന്നതിൽ എന്താ തെറ്റ്? പറയാ. എന്നോട് ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കണം അമ്മ. നന്ദിനിക്ക് സംഭവിച്ചതൊന്നും അറിയാതെ ഞാൻ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു പോയി. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നന്ദിനി എവിടെയാ ഉള്ളതെന്ന് എനിക്കറിയണം. നന്ദിനി എവിടെയാ ഉള്ളതെന്ന് എനിക്കറിയില്ല, അതാ സ്വാമിക്ക് മാത്രമേ അറിയൂ. നന്ദിനി എവിടെയാ ഉള്ളതെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. നിന്റെ മനസ്സിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാനും സത്യമെല്ലാം നിന്നെ അറിയിക്കുവാനും നീ കാലങ്ങളായി നടത്തിയ പൂജകളൊന്നും വ്യർത്ഥമായി പോയില്ലെന്ന് തെളിയിക്കുവാനുമാണ്
ഞാനിപ്പോ നിന്നെ കാണാൻ വന്നത്. ഞാൻ പോകുന്നു. ഒരു കാര്യം കൂടി എനിക്ക് നിന്നോട് പറയാനുണ്ട്. നീ കരുതുന്നത് പോലെ രാജശേഖരൻ ഒരിക്കലും നല്ലവനല്ല. എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും രാജശേഖരനോട് വെളിപ്പെടുത്തരുത്. അത് നിനക്ക് തന്നെ ആപത്തുണ്ടാക്കും. അമ്മേ, ഒന്ന് പറഞ്ഞോട്ടെ. നന്ദിനിയെ വെളിയിൽ കൊണ്ടുവന്ന് നാഗവേട്ട ആരംഭിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നന്ദിനിയെ പുറത്തു കൊണ്ടുവന്നിരിക്കും ഞാൻ. 20 വർഷമായി നടക്കുന്ന അധർമ്മങ്ങൾക്ക് ഞാൻ അവസാനമുണ്ടാക്കും. എന്താ ഗംഗ, എന്താ നീ വല്ലാതിരിക്കുന്നത്? എന്താ നിനക്ക് സുഖമില്ലേ? ഒന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ. കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിന്റെ മുഖം എങ്ങനെയാന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. മറച്ചു വെക്കാതെ കാര്യം പറയാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയില്ലേ? നിങ്ങക്ക് തോന്നുന്നതാ. ശരി, വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്. എനിക്കിപ്പോ വിശക്കുന്നില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം. ദേവസേന എവിടെയാ? സീതയുടെ കൂടെ ഉണ്ട്, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ഏയ് വേണ്ട, ഞാൻ തന്നെ പോയി വിളിക്കാം. ശരി. ഞാൻ അറിഞ്ഞ സത്യങ്ങൾ അരുണേട്ടനോട് പറഞ്ഞാൽ അച്ഛനോടുള്ള ബഹുമാനവും എല്ലാ വിശ്വാസവും നഷ്ടപ്പെടും. അത് തകരാതിരിക്കാനാണ് ഞാൻ എല്ലാം മറച്ചു വെച്ചത്. പാർവതി അമ്മ എന്നോട് പറഞ്ഞിട്ടാണ് പോയത്. ഒരു കാരണവശാലും അച്ഛനോട് ഇതിനെക്കുറിച്ച് ചോദിക്കരുതെന്ന്. എന്നാ എനിക്കങ്ങനെ വെറുതെ നിൽക്കാൻ പറ്റുമോ? ഈ കുടുംബത്തിനൊരു പ്രശ്നം വന്നാ അതെന്റെയും കൂടെ പ്രശ്നമല്ലേ? അച്ഛനോട് സംസാരിച്ച് ചെയ്തു കൂട്ടി പാപത്തിന് അച്ഛന്റെ കൈകൊണ്ട് തന്നെ പ്രായശ്ചിത്തം ചെയ്യിപ്പിക്കാതെ വിടരുത്. ഒരു മരുമകളായ എന്റെ കടമയത്. അത് ഞാൻ ചെയ്തേ തീരൂ. എന്താ മോളെ, എന്താ വേണ്ടേ? എന്താ നീ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട് അച്ഛാ. നീ എന്റെ മരുമകളല്ല, മകളാണെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? എന്താണെങ്കിലും നിനക്കെന്നോട് ധൈര്യമായിട്ട് പറയാലോ മോളെ. എന്താന്ന് പറ. എന്ത് പറ്റി മോളെ? എന്തിനാ കരയുന്നേ? നന്ദിനെ കുറിച്ച് എന്തെല്ലാമാണ് അച്ഛൻ ഒളിച്ചു വെച്ചത്? നന്ദിനി പാർവതി അമ്മയുടെ മകളാണെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. എന്തിനാ അച്ഛൻ മറച്ചു വെച്ചത്?